ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, വലിയൊരു പണി വരാൻ പോകുന്നുണ്ട്. ഇത് ഞാനല്ല പറയുന്നത്, സെബിയാണ്. റീസെന്റ് ആയിട്ട് സെബി ഇറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം ഈ അപ്ലിക്കേഷൻസ് ത്രൂ വാങ്ങിക്കുന്ന ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും സെബി റെഗുലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുന്ന സമയത്ത് ഏത് അപ്ലിക്കേഷൻ ആണെങ്കിലും അവർ പറയുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഗോൾഡ് അവർ വാങ്ങിച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു വാൾട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നുള്ളതാണ്. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് മോണിറ്റർ ചെയ്യാൻ ആരും ഇവിടെ ഇല്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പറയുന്ന അപ്ലിക്കേഷൻസിൻ്റെ ഓണേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എത്ര ഈസി ആയിട്ട് വേണമെങ്കിലും നമ്മളെ സ്കാം ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? അവർ പെട്ടെന്ന് ഒരു ദിവസം പൂട്ടി പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു രീതിക്കും അതിന് വേണ്ടിയിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവില്ല. അത് ശരിക്കും നമുക്ക് വലിയൊരു ത്രെട്ടനിങ് ആണ്. സോ ഈ ഗോൾഡിൻ്റെ വിലയിലുള്ള ചാഞ്ചാട്ടം കണ്ടിട്ട് ചാടി കയറിയിട്ട് ഡിജിറ്റൽ ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞ ആ ഒരു 1-2 ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഇത് അയച്ചു കൊടുത്തോ. എന്നിട്ട് പറ, വൃത്തിക്ക് ETF-ഉം മ്യൂച്വൽ ഫണ്ടും എങ്ങനെ വാങ്ങിക്കുക എന്നുള്ളത് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് അതിൽ കയറി നോക്കാൻ. സോ അടിപൊളി വീഡിയോസും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിയുന്നതിനായിട്ട് ചാനൽ കയറി നോക്കിയോ. നീ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തോ. താങ്ക് യു ഫോർ വാച്ചിങ്.